രാവിലെ തന്നെ സൂര്യ എഴുന്നേൽക്കാൻ ആ സമയത്ത് അവന് നല്ല തലവേദന ഫീൽ ചെയ്യുകയാണ്. എഴുന്നേറ്റിരുന്ന് നന്ദിനി നന്ദിനി എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. നന്ദിനി എന്താ സാർ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. എനിക്ക് നല്ല തലവേദന, തല പൊട്ടി പൊളിയുന്നത് പോലെ തോന്നുകയാണ് എന്ന് പറയാണ്. അയ്യോ സാർ, എങ്കിൽ മരുന്നെടുത്തു തരാം എന്ന് പറയാണ്. അത് വേണ്ട, എന്നാൽ പിന്നെ നന്നായിട്ടൊന്നും രാജുവേട്ടനെ വിളിച്ച് മസാജ് ചെയ്തു തരാൻ പറയാം എന്ന് നന്ദിനി പറയാണ്. അതും വേണ്ടെന്നേ, എനിക്കിപ്പോൾ നല്ല നാരങ്ങ സോഡയാണ് വേണ്ടത്, നീ അത് ഉണ്ടാക്കി കൊണ്ടുവാ എന്ന് പറയാൻ ട്ടോ സൂര്യ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അയ്യോ സർ, തലവേദനക്ക് നാരങ്ങ സോഡയോ? അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞ് തനിക്ക് മനസ്സിലാകില്ല, ഇത് ഹാങ് ഓവറിന്റെ ആണ്, ഇന്നലെ കുടിച്ചതിന്റെ. അതൊന്ന് റെഡി ആവണമെങ്കിൽ നാരങ്ങ സോഡ തന്നെ വേണം എന്ന് പറയാം. ഇത് കിടന്ന് നന്ദിനിക്ക് ദേഷ്യം വരികയാണ് ട്ടോ. ഒന്നുകിൽ ഞാൻ കുടിച്ച ബ്രാൻഡിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്റെ തലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. താൻ എന്തായാലും പോയിട്ട് ഒരു ലെമൺ സോഡ ഉണ്ടാക്കി കൊണ്ടുവാ എന്ന് പറയാൻ ട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നത്, എനിക്ക് അടുക്കളയിൽ വേറെ ജോലിയുണ്ട്. ഇത് കേൾക്കുന്ന സൂര്യ, എന്ത് ജോലി? ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിയിട്ട് മതി വേറെ ജോലിയൊക്കെ എന്ന് പറയാൻ. കള്ളി കുടിച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ, അത് സാറ് താനേ അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. എന്താ ഒരു വീമ്പ് പറച്ചില്? കുടിച്ച ബ്രാൻഡ് മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും. രാത്രി വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കാൻ. അത് ഞാൻ മറന്നുപോയി എന്ന് പറയാൻ സൂര്യ. അപ്പോൾ നന്ദിനി പറയുന്നത്, അങ്ങനെ മറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ തിരിച്ച് ഇങ്ങനെയും സംഭവിക്കും. കുറച്ചു നേരം ഇങ്ങനെ തലവേദന സഹിച്ചിരിക്കും, അപ്പോഴേ മനസ്സിലാകൂ രാത്രി വലിച്ചു കയറ്റുന്നതൊക്കെ ഒരു കാര്യത്തിനും ഇല്ലാത്തതാണെന്ന്. അപ്പോൾ സൂര്യക്ക് ദേഷ്യം വരേണ്ട, ഇതേ എന്നെ ഉപദേശിക്കാൻ നിൽക്കേണ്ട, എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ സാറിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ലെമൺ സോഡ കുടിക്കണമെന്നുള്ള സ്വന്തം ആവശ്യമല്ല, അതിന് ഞാൻ ഇടപെടുന്നില്ല. ഇനി ഗ്ലാസ്സിൽ ഇതിലേക്ക് ഒഴിച്ചു വെക്കുമ്പോൾ ഈ കാര്യം ഓർമ്മ വരണം, അപ്പോൾ താനെ കൂടി നിർത്തിക്കോളും എന്നൊക്കെ പറയണ്ട നന്ദിനി. എന്നിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ അടുക്കളയിലേക്ക് പോവാണ്. സൂര്യ ഓട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പെറുപിറുക്കാട്ടോ. ശേഷം കാണിക്കുന്നത് പത്മയുടെ ഫോൺ റിങ് ചെയ്യാട്ടോ. അവൾ ഫോൺ എടുക്കുന്നുണ്ട്. അത് ഓഫീസിലെ സ്റ്റാഫ് അജിത്ത് ആയിരുന്നു. എന്താ അജിത്ത്, രാവിലെ തന്നെ താൻ എയർപോർട്ടിൽ എത്തിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എയർപോർട്ടിലേക്ക് പോകും വഴിയാണ് മാഡം, പക്ഷെ കൊണ്ടുപോകേണ്ട ഒരു ഫയലിൽ ഒന്ന് മിസ്സാണ്, അതെവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് പത്മം. അത് മാഡത്തിന്റെ കയ്യിലാണ് എന്ന് പറയുന്നു. എന്റെ കയ്യിലോ എന്ന് ചോദിക്കുന്നുണ്ട് പത്മം. അതെ മാഡം, ഇന്നലെ എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി മാഡത്തിന്റെ ടേബിൾ വെച്ചിരുന്നു, അതിൽ ഇത് മാത്രം ബാക്കിയുണ്ടായിരുന്നു. ആ ഗ്രേ കളർ ഫയൽ മാഡത്തിന്റെ കയ്യിൽ തന്നെയുണ്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നു. മാഡം, ഞാൻ അവിടെ വന്ന് എടുക്കേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, എങ്കിലോ ഞാൻ എയർപോർട്ടിലേക്ക് നീ പോകല്ലേ, നീ ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരണ്ട, വരും വഴി ഞാൻ അവിടെ വെച്ച് തരാം, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ പത്മം അലമാര തുറന്ന് ആ ഗ്രേ കളർ ഫയല് തിരയാൻ ട്ടോ. അപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ട്. അജിത്ത് ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഇപ്പോൾ എത്തിക്കാം എന്ന് പറയാം. ആ ഫയലാകട്ടെ അന്ന് യതീന്ദ്ര സാറ് പൂജാ റൂമിൽ വെച്ച് പൂജിച്ചതിന് ശേഷം അലമാറയിൽ പത്മയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിപ്പിച്ചു വെച്ച ഫയലായിരുന്നു ട്ടോ. അതിലാണെങ്കിലോ നന്ദിനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഒന്നും അറിയാതെ പത്മം ആ ഫയലും എടുത്തിട്ട് അജിത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ കയറാൻ പോവാൻ ട്ടോ. ആ സമയത്ത് യതീന്ദ്രൻ സാറ് ഫോൺ സംസാരിക്കാൻ. എവിടെയൊക്കെ പത്മം എന്ന് ചോദിക്കുന്നുണ്ട്. അത് അർജന്റായിട്ട് സ്റ്റാഫിനെ കാണും, അവരിന്ന് ഈ ഫയൽ കൊടുക്കാനുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പത്മൻ അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോഴാണ് യതീന്ദ്ര സാറിന് ആ കാര്യം ഓർമ്മ വരുന്നത്. ഇത് താൻ അലമാരയിൽ കൊണ്ടുവച്ച ആ ഫയലല്ലേ എന്ന്. ഉടനെ തന്നെ പത്മം എന്ന് വിളിച്ച് മുറ്റത്തേക്ക് അദ്ദേഹം ഓടുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് പത്മം കാറും എടുത്ത് ഗേറ്റ് കടന്നിരുന്നു ട്ടോ. അങ്ങനെ അദ്ദേഹം നിരാശയോടെ നിൽക്കാൻ. ആ സമയത്താണ് ഇന്ദ്രജയും വേദയും അവിടെ വരുന്നത്. എന്താ അച്ഛാ, എന്തോ മറന്നതുപോലെ എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഫയലിൽ വെച്ചിരുന്നു, ആ ഫയലും കൊണ്ടാണ് ഇപ്പോൾ പത്മ പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രജ പിന്നിൽ നിന്നും ആ വെഡിങ് കാർഡ് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ അച്ഛാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് ചോദിക്കാൻ. അപ്പോൾ യതീന്ദ്രൻ സാർ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ട്ടോ. ഇത് എവിടുന്ന് നിനക്ക് കിട്ടി എന്ന് ചോദിക്കുന്നു. അത് അച്ഛന്റെ കയ്യിൽ നിന്നും അറിയാതെ താഴെ പോയത് എന്റെ കയ്യിൽ വന്നാണ് പെട്ടത്. അല്ല, എപ്പോഴെന്തിനായിരുന്നു ഈ ഒരു വെഡിങ് കാർഡിന്റെ ആവശ്യം, എന്താണ് അച്ഛൻ ഇതോട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രൻ സാർ കാര്യമൊക്കെ പറയാൻ ട്ടോ. സൂര്യയുടെയും നന്ദിനിയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ വെഡിങ് കാർഡൊക്കെ ആവശ്യമാണ്. ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജക്കൊക്കെ സന്തോഷമാവുന്നു. ഈ കാര്യത്തിനാണോ, എങ്കിൽ അച്ഛനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും, നന്ദിനി ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ സാർ പറയുന്നുണ്ട്, അത് മാത്രമല്ല മോളെ പ്രശ്നം, ഇപ്പോൾ പത്മ കൊണ്ടുപോയിരിക്കുന്ന ആ ഫയലിലാണ് നന്ദിനിയുടെയും സൂര്യയുടെയും ഡീറ്റെയിൽസ് മൊത്തം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിലാണ് ഇരിക്കുന്നത്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു ഇന്ദ്രജ. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് ആ അജിത്ത് കണ്ടാലും കുഴപ്പമാണ്, പത്മ കണ്ടാലും പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് സാർ എന്ന് പറയട്ടെ വിജയ്. എന്നിട്ട് അവൻ നേരെ പോയിട്ട് മുന്നിൽ കിടക്കുന്ന പത്മയുടെ ഒരു ജോഡി ചെരുപ്പെടുത്തിട്ട് കവറിൽ ഇടുകയുണ്ട്. ഒന്നും മനസ്സിലാകാതെ ഇന്ദ്രജയും യതീന്ദ്ര സാർ വേദയെ നോക്കി നിൽക്കുന്നു. ഇതോട് എന്ത് ചെയ്യാന്, അതൊക്കെ ഉണ്ട്, ഞാൻ വഴിയെ പറയാം, നിങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറ് എന്ന് പറയാം. അങ്ങനെ അവർ 3 പേരും വണ്ടിയിൽ കയറി പത്മത്തിനെ ഫോളോ ചെയ്ത് പോവുകയുണ്ട്. അതേസമയം വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ഇന്ദ്രജയാട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വെഡിങ് കാർഡ് വീടിന്റെ ഫ്രണ്ടിലുള്ള ചെയറിൽ കൊണ്ടുവച്ചിട്ടാണ് കയറിയത്. അത് അതുപോലെ തന്നെ അവിടെ അനാഥയെ കിടക്കുകയാണ്. ഏറെ ദൂരം ചെന്നതിന് ശേഷം വിജയ് പറയുന്നത്, നീ ആന്റി എന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ഇന്ദ്രജ മമ്മിയെ വിളിക്കുന്നുണ്ട്. മമ്മി എവിടെ പോയതാണ്, ഇപ്പോൾ എവിടെ എത്തി, ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു, ഞങ്ങൾ എല്ലാവരും വണ്ടിയിലുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയതാ, എന്താണ് ഇപ്പോൾ ഇത്ര അത്യാവശ്യം? അങ്ങനെയാണെങ്കിൽ ഒരു 2 മിനിറ്റ് ഞാൻ ഈ അമ്പലത്തിനടുത്തുള്ള ആൽമർച്ചുവട്ടിലുണ്ടാകും, 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തി നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറയാൻ. ഓക്കെ മമ്മി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ ഇന്ദ്രജ. അതേസമയം സൂര്യ ആട്ടെ തലവേദന കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഹാളിലെത്തിയിട്ട്
വീണ്ടും നന്ദിനി നന്ദിനി എന്ന ഉച്ചത്തിൽ വിളിക്കുന്നു. രാജേട്ടൻ ഓടി ചെന്നിട്ട് എന്താ സാറേ നന്ദിനി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയും അടുക്കളയിൽ നിന്ന് വരിക കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ലേ, ഞാൻ എന്താ ആഗ്രഹിക്കുന്നു അത് എപ്പോൾ തന്നെ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ചോദിക്കട്ടെ രാജുവിനോട്. ശരിക്കും അവനെ നന്ദിനിക്കിട്ട് വെച്ചതാണ്. അപ്പോഴേക്കും സൂര്യ അവിടെ വൊമിറ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ കേട്ടോ നന്ദിനി. അപ്പോഴേക്കും രാജു ചെന്ന് പുറം തടവി കൊടുക്കാൻ വേണ്ടി ഓടിയെത്തുന്നുണ്ടെങ്കിലും നന്ദിനി പറയുന്നുണ്ട് രാജുവേട്ടാ നിൽക്ക്, എവിടേക്കായി പോകുന്നത്? മോളെ ഞാൻ പുറം തടവി കൊടുക്കാൻ വേണ്ട. വീട്ടിലായാലും ശരി റോഡിലായാലും ശരി കള്ളുകുടിയന്മാരെ സഹായിക്കാൻ പോകരുത്. അവർ കുടിച്ചതിന് അവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറയാൻ. ഇത് കേൾക്കുന്ന സൂര്യ പറയുന്നത് അത് ശരി, അപ്പോൾ കരുതി കൂടി തന്നെ നീ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ തലവേദന കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ. അപ്പോഴേക്ക് വീണ്ടും ഛർദി വരികയാണ്. അങ്ങനെ സൂര്യ പോയിട്ട് വൊമിറ്റ് ചെയ്യാം. ഇത് കണ്ട് രാജുവേട്ടനും നന്ദിനി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നത് രാജുവേട്ട ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. സാറേ ഒരു ലെമൺ സോഡ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് രാജുവേട്ടൻ. വേണ്ട, എനിക്കൊരു ലെമൺ സോഡയും വേണം, അല്ലാതെ തന്നെ മാറുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് നന്ദിനിയോട് എന്ന രീതിയിൽ രാജുവിനെ പിടിച്ചിട്ട് പറയുന്നത് താൻ എന്തേ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത്? സഹിക്കാൻ വിചാരിച്ചാൽ ജീവൻ പോകുന്ന വേദന പോലും ഈ സൂര്യ സഹിക്കൂ. ഒരുത്തന്റെ മുന്നിൽ പോലും ഈ സൂര്യ തോൽക്കില്ല. ദാറ്റ് ഈസ് സൂര്യ കേട്ടോ. എന്നിട്ട് നന്ദിനിയെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ മരപ്പാവ പോലെ നിൽക്കുന്ന ഈ നിൽപ്പുണ്ടല്ലോ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഈ സൂര്യ പിന്നെ ഒരു സൂര്യയല്ല. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സൂര്യയുടെ വിൽപ്പന എന്താണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സൂര്യ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങാൻ. ഇതെല്ലാം നോക്കി നിന്ന് ചിരിക്കാട്ടോ നന്ദിനി. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് മോളെ ഇതൊന്നും എന്നോടല്ല പറഞ്ഞത്, നിന്നോടാണ്. അതെനിക്കറിയാം രാജേട്ട എന്ന് പറയാട്ടോ അവളെ. എന്റെ പൊന്നു കൊച്ചെ, ആദ്യമായിട്ടാണ് സൂര്യ സാർ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട് നന്ദി. അങ്ങനെ അവർ അകത്തേക്ക് പോവാണ്. ശേഷം സൂര്യ ആകട്ടെ ഹാളിൽ നിന്ന് സിറ്റോട്ടിലേക്ക് ഇറങ്ങി നേരത്തെ ഇന്ദ്രജ വെച്ച അതേ ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് ആ ചെയറിൽ വന്ന് ഇരിക്കാൻ കേട്ടോ. ശേഷം അത് തലയ്ക്ക് വെച്ച് കിടക്കുന്നുണ്ട്. അതിനിടയിൽ ആ ഇൻവിറ്റേഷൻ ലിസ്റ്റ് സൈഡിലേക്ക് മറിഞ്ഞ് വീഴാണ്. അതേസമയം പത്മ പറഞ്ഞ സ്ഥലത്തെത്തി ആ ആൽമര ചുവട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഉടനെ തന്നെ അച്ഛനും മക്കളും പിന്നാലെ തന്നെ എത്തി അവരുടെ അടുത്തുന്നുണ്ട്. എന്ത് പറ്റി, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് പത്മ. അപ്പോൾ ഏജൻസി ചോദിക്കുന്നത് താൻ എയർപോർട്ടിൽ ചെന്നതിന് ശേഷം നേരെ ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ എന്ന് പറയുന്നുണ്ട് പത്മ. അപ്പോൾ വിജയ് പറയുന്നത് ഇനി ഞാൻ പറയും. ആന്റി ഇന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് ചെരുപ്പും രണ്ട് രീതിയിലല്ലേ ഇട്ടിരിക്കുന്നത്, അത് ഒരേ ചെരുപ്പല്ലല്ലോ, അതുകൊണ്ട് ആന്റിക്ക് ഇടാൻ ചെരുപ്പുമായി ഞങ്ങൾ പിന്നാലെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മം അവളുടെ സാരി പൊക്കി നോക്കുക. ചെരുപ്പിന് യാതൊരു കുഴപ്പമില്ല, സെയിം തന്നെയാണ്. അയ്യോ ഞങ്ങൾ കരുതി ചെരുപ്പ് മാറിക്കാണുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ആന്റിയുടെ അഭിമാനത്തിനല്ലേ കോട്ടം വരും. ഓഫീസിലെത്തുമ്പോൾ ആളുകൾ പറഞ്ഞ് കളിയാക്കി ചിരിക്കില്ലേ എന്നൊക്കെ പറയാൻ. ഇത് കേൾക്കുമ്പോൾ പത്മക്ക് ദേഷ്യം വരികയാണ്. അതേസമയം ഇന്ദ്രജയാട്ടെ ഒരു കോൾ ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. എന്നിട്ട് വണ്ടിയുടെ ഡോർ തുറന്ന് ആ ഫയലിൽ നിന്നും യതീന്ദ്ര സർ പറഞ്ഞ ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയ പേപ്പർ എടുത്ത് മാറ്റാൻ കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പഴയ സ്ഥലത്ത് തന്നെ അവൾ വന്ന് നിന്ന് അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അച്ഛനും മക്കളും കൂടി ചേർന്ന് എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നുണ്ടോ? ഇതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്താ പത്മനി ഇങ്ങനെയൊക്കെ പറയുന്നു? നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടതല്ലേ. എന്നാൽ ശരി ആന്റി, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്നൊക്കെ പറയട്ടെ വിജയ്. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് മടങ്ങാണ്. പത്മ ആകട്ടെ നേരെ വണ്ടിയിൽ കയറി എയർപോർട്ടിലേക്കും പോകാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് സൂര്യയാണ്. അവനാകട്ടെ ആ ചെയറിൽ നിന്നും കിടന്നെടുത്ത് എഴുന്നേറ്റിരിക്കാൻ. ആ സമയത്താണ് സൈഡിൽ വീണ് കിടക്കുന്ന ആ വെഡിങ് കാർഡ് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കയ്യിലെടുത്ത് അവൻ തുറന്നു നോക്കുന്നുണ്ട്. അത് കണ്ടതും അവൻ ആകെ ഷോക്കാവും കേട്ടോ. ഇതെങ്ങനെ ഞാൻ നന്ദിനിയുമായിട്ടുള്ള വെഡിങ് കാർഡൊക്കെ ഇത് ആരാണ് ഉണ്ടാക്കിയത്? അതും ഇത് ഇവിടെ എങ്ങനെ വന്നു? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ അവൻ ആലോചിക്കേണ്ടാവും നോക്കിയിട്ട്. അപ്പോഴാണ് അച്ഛനും മക്കളും തിരികെ വീട്ടിലെത്തുന്നത്. നിങ്ങളെല്ലാവരും കൂടി എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. ഞങ്ങളെല്ലാവരും ഒരു ആവശ്യത്തിന് വേണ്ടി പത്മയെ കാണാൻ പോയതായിരുന്നു. എന്നിട്ട് എന്തായി, നിങ്ങളുടെ ആവശ്യം നടന്നോ എന്നൊക്കെ ചോദിക്കുന്ന സൂര്യ. പിന്നെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വണ്ടിയിൽ നിന്ന് കയറി അകത്തേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ അവൻ ഡാഡിയെ തിരികെ വിളിക്കുക. അച്ഛനൊന്ന് ഇവിടെ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കണ്ടോ ഈ വെഡിങ് കാർഡ്, ഇതിൽ എന്റെ നന്ദിനിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ അച്ഛ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് യതീന്ദ്ര സർ പറയുന്നുണ്ട് മോനെ, ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നിന്റെ നന്ദിനിയുടെ വിവാഹം അങ്ങനെ നടന്നതുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അതൊക്കെ രജിസ്റ്റർ ചെയ്ത് എത്രയും പെട്ടെന്ന് വേണമെന്ന് ഈ അച്ഛന് തോന്നി. അതുകൊണ്ട് ഞാനൊരു അഡ്വക്കേറ്റിനെ സമീപിച്ചിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു വെഡിങ് കാർഡ് ആവശ്യമാണെന്ന്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി സമയമാകുമ്പോൾ നിന്നോട് പറയാമെന്ന് കരുതിയിരുന്നതാണ്. എല്ലാം കേട്ട് കഴിയുമ്പോൾ സൂര്യക്ക് സന്തോഷമാവാൻ. അടിപൊളി, ഇതെന്തായാലും അമ്മക്കെതിരെയുള്ള നല്ലൊരു ആയുധം തന്നെയാണ്. എന്റെ നന്ദിയുടെ കാര്യത്തിൽ അമ്മ ജയിച്ചാൽ പിന്നെ എന്തിനു കൊള്ളാം. അമ്മയെ ദേഷ്യം പീഡിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ ഒഴിവാക്കില്ല. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് അച്ഛ. എപ്പോഴാണ് എങ്ങനെയാണെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ യതീന്ദ്ര സാറിന് അത്ര സന്തോഷം തോന്നുന്നില്ല. കാരണം അമ്മയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ.